നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നവോത്ഥാന സമിതി ചെയർമാനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ SNDP സംഘ് പരിവാർ വെള്ളാപ്പള്ളിയിലൂടെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് BDJS രൂപപ്പെട്ടത്. അന്ന് BDJS രൂപപ്പെടുമ്പോൾ അതിനെ അത്ര ഗൗരവത്തിൽ ഇടതുപക്ഷവും കണ്ടിരുന്നില്ല. BDJS പിന്നീട് ഇലക്ഷനിൽ കിട്ടിയിരുന്ന വോട്ടിനെ കണക്ക് നോക്കുമ്പോഴും ആ രൂപത്തിൽ ഗൗരവത്തിൽ കണ്ടിരുന്നില്ല. പക്ഷേ അത് പടിപടിയായിട്ട് അതിൻ്റെ പ്രവർത്തനം SNDP യോഗത്തിലേക്ക് തന്നെ എത്തുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BDJS വോട്ട് ചോദിക്കാൻ പോയിരുന്നത്, പലയിടത്തും പോയിരുന്നത് SNDP എന്ന ലേബലിൽ തന്നെയാണ്. അപ്പോൾ ആ ലേബലിൽ അത്തരം വീടുകളിലേക്ക് ചെല്ലുമ്പോൾ SNDP യോഗം പറയുന്നു ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം എന്ന മട്ടിൽ നമ്മൾ ആലപ്പുഴയിൽ കണ്ടു അല്ലേ, ആലപ്പുഴയിൽ കണ്ടു, ആറ്റിങ്ങലിൽ കണ്ടു. അപ്പോൾ 32% വോട്ട് അങ്ങനെ പോയിരിക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി പക്ഷേ സമർത്ഥനായ നേതാവാണ്. എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെയും ഇവിടെയും ഒരുപോലെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു വശത്ത് CPM വേണ്ടി സംസാരിക്കും, ഒരു വശത്ത് BJPക്ക് വേണ്ടി സംസാരിക്കും. പക്ഷേ ഇത്തവണ ശോഭാ സുരേന്ദ്രന് വേണ്ടി വളരെ കൃത്യമായി തന്നെ അദ്ദേഹം സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായിയെ കുറ്റം പറയരുത് എന്നൊരു പ്രതികരണം നടത്തിയാണ്. പിണറായിയെ മാത്രം കുറ്റപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ വിഭാഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കാണുന്നതുകൊണ്ടാണ് ആ രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, അത് 2015 തുടങ്ങിയ, നമ്മൾ ഈ വിഷയം പലതവണയായി ചർച്ച ചെയ്യുകയാണല്ലോ. നവോത്ഥാന സമിതി വിഷയവുമായി ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞാണ്, തീർച്ചയായും മുസ്ലിം വിഭാഗത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അർഹിക്കുന്നതിലും കൂടുതൽ കൊടുത്തിരിക്കുന്നു, പ്രീണനം നടത്തുന്നു. ഈ പ്രീണനം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ പ്രീണനം? അങ്ങനെ ഒരു പ്രീണനം യഥാർത്ഥത്തിൽ ഇടത് സർക്കാരും നേരത്തെ UDF സർക്കാരും നടത്തിയിട്ടുണ്ടോ? 27% മുസ്ലിം വിഭാഗം ഇവിടെയുണ്ടല്ലോ. അവർക്ക് ആ രൂപത്തിൽ തന്നെയാണോ കൊടുക്കുന്നത്? ഇവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 പേരാണ് മന്ത്രിയായിട്ടുള്ളത് ഈ സംസ്ഥാന സർക്കാരിൽ. പിന്നെയുള്ളത് സ്പീക്കറാണ്. അതായത് 27% മുസ്ലിങ്ങളുടെ മന്ത്രിസഭാ പ്രാതിനിധ്യം 9%. മറിച്ചാലോചിക്കുമ്പോൾ 15.3% നായർ വിഭാഗത്തിൽ നിന്ന് 22 അംഗ മന്ത്രിസഭയിൽ 9 പേരുണ്ട്. ചീഫ് വിപ്പ് N ജയരാജനെ കൂടി ഉൾപ്പെടുത്തിയാൽ അത് 10 ആകുന്നു. അതായത് പകുതിയോളം മന്ത്രിമാരുണ്ട് 15.3% സമുദായത്തിൽ നിന്ന്. 23.5% വരുന്ന ഈഴവരിൽ നിന്നുള്ളത് 5 മന്ത്രിമാരാണ്. അതായത് മന്ത്രിസഭയുടെ 22%. അപ്പോൾ എവിടെ ഹിന്ദുമതം, ഇവിടെ ജാതികൾ മാത്രമല്ലേ ഉള്ളൂ എന്നാണ് ശ്രീനാരായണ ഗുരു ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുയായി വെള്ളാപ്പള്ളി ഏത് രൂപത്തിലാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ള നേരെ വിപരീതമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്പൂതിരി മുതൽ നായാടി വരെ വിഭാഗങ്ങളുടെ ഒരു ഐക്യം രൂപപ്പെടുത്താനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ അന്ന് NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണ പനിക്കർ അതിനെ എതിർത്തുകൊണ്ട് അതിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വന്നു. 2015 നവംബർ 30 ആലുവയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളിയുടെ വർഗീയത വലിയ തോതിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഈ കോഴിക്കോട് മാൻഹോളിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീണവരെ രക്ഷിച്ച നൌഷാദിന് സർക്കാർ സഹായം പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം വിരുദ്ധ പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് വരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. DYFI അന്ന് ശക്തമായ പ്രതിഷേധമായി രംഗത്ത് വന്നിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയായിട്ട് കൂടി DYFI അതിൽ ശക്തമായി പ്രതികരിച്ച് വന്നിരുന്നു. പിന്നീട് MM മണിയെ കരിങ്കുരങ്ങ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ താഴെയുള്ള എല്ലാ വിഭാഗത്തെയും ഒരുമിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുക. പക്ഷേ ഒരു ഘട്ടത്തിലെത്തും അദ്ദേഹം സ്വയം സവർണനായി മാറും. കരിങ്കുരങ്ങ് എന്ന് MM മണി വിളിക്കുന്നു. ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കി സ്വദേശിയായ സൗമ്യയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പരാമർശമാണ്. എന്താണ് പറഞ്ഞത്? ഈഴ വിഭാഗത്തിലുണ്ടായിരുന്ന സൗമ്യയെ ഭർത്താവിൻ്റെ മതാചാര പ്രകാരം പള്ളിയിലടക്കി ക്രിസ്ത്യാനികൾ കൂടുതലായി മതം മാറ്റം നടത്തുന്നു. ഇത് ഓരോ സമയത്തും ഇതൊക്കെ BJP പറയുന്ന കാര്യങ്ങളാണെന്നേ. അതേ കാര്യങ്ങളിലേക്ക് വെള്ളാപ്പള്ളി അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയോട് എന്താണ് ഈ പ്രാതിനിധ്യത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി ചോദിക്കാത്തത്? അത് പ്രധാനമല്ലേ? എന്താണ് ഇവിടെ മാത്രം നിന്നുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഒരു ഈഴവ മന്ത്രി ഉണ്ടായിരുന്നു. പക്ഷേ 3ാം മോദി സർക്കാരിൽ പ്രാതിനിധ്യം കിട്ടിയിരിക്കുന്നത് നായർക്കും സുറിയാനി ക്രിസ്ത്യാനിക്കും മാത്രമാണ്. അപ്പോൾ അവിടെ ചോദിക്കുന്നില്ല, ഇവിടെ ചോദിക്കുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി മാത്രം ഇവിടെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ LDF തോറ്റു കഴിഞ്ഞപ്പോഴാണ് വലിയ തോതിൽ മുസ്ലിം വിരുദ്ധ പരാമർശം അദ്ദേഹം നടത്തിക്കൊണ്ട് ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളിയുടെ ഈ യുക്തി പറഞ്ഞ് ആ സമുദായത്തെ യഥാർത്ഥത്തിൽ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. ഈ 32% പോയത് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണെന്ന് വേണം കരുതാൻ. പക്ഷേ ഇപ്പോൾ CPM അത് ഒക്കെ വിലയിരുത്തിയൊക്കെ ശേഷം ഇന്നിപ്പോൾ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി പറയുന്നുണ്ട്, ഈ തരത്തിൽ സംഘപരിവാറിലേക്ക് വോട്ട് പോകുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് പറഞ്ഞില്ലെങ്കിലും SNDP യോഗത്തിൽ നിന്ന് വലിയ ഒഴുക്കുണ്ടായി. ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനം. എങ്ങനെ പ്രതിരോധിക്കാൻ പോകുന്നു? അവർ പറഞ്ഞ ഇടത്തേക്ക്, അതായത് മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണം നല്ല രീതിയിൽ പരിശോധിക്കുമെന്ന് കൂടി CPM പറയുന്നുണ്ട്. അതെന്താണ് പരിശോധിക്കാൻ പോകുന്നത്? ഏത് രൂപത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന പ്രീണനം എന്ന് പുറത്തേക്ക് പറയുന്നത്? എന്താണ്?
ഈ പറയുന്ന പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയതോ, മലബാറിൽ പ്രകടനം നടത്തിയതോ, ഇതൊക്കെ തരത്തിൽ ഒരു രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയം അതിൽ കളിച്ചിട്ടുണ്ട്. അതല്ലാതെ എന്താണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? കൂടുതലായി ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഒക്കെ ആ കണക്കുകൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം വിഭാഗം വളരെ കുറവാണ്. ഇവിടെയുള്ള ശതമാനത്തിൻ്റെ കണക്കനുസരിച്ചല്ല വരുന്നത്. അപ്പോൾ ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല. പക്ഷേ CPM അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ദീർഘകാല പ്രോജക്റ്റാണ് അല്ലേ? ആ വലിയ പ്രോജക്റ്റിനെ എങ്ങനെയാണ് തടയാൻ പോകുന്നത്? BJPയുടെ പ്രോജക്റ്റിനെ അതേ തന്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചുകൊണ്ടാണോ? അങ്ങനെ CPM ചെയ്തുകൂടാ. CPM ഈ ജാതി കളങ്ങളിൽ വെച്ചുകൊണ്ടല്ല ജനത്തെ കാണേണ്ടത്. ജനത്തിൻ്റെ പ്രാഥമികമായ വിഷയം അതിനു മുമ്പ് ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി, അവർക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റി. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കുകയും എല്ലാവരെയും ഒരുപോലെ സമന്മാരായി കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ജാതി എന്ന വിഷയത്തിൽ എന്താ പറയുക, കുരുങ്ങിക്കിടക്കേണ്ടി വരില്ല. ഇപ്പോൾ ഈ ഈഴവ വിഭാഗത്തിന് മാത്രമായ ഒരു കുഴപ്പം ചെയ്യുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അവർക്ക് മാത്രമായി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മുസ്ലിം ന്യൂനപക്ഷത്തിന് കൂടുതലായി ഒന്നും കൊടുക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് യഥാർത്ഥത്തിൽ SNDP വിഭാഗം അല്ലെങ്കിൽ ഈഴവ വിഭാഗമാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് തിരിച്ചറിയേണ്ടത്? യഥാർത്ഥത്തിൽ ആ ജനവിഭാഗമാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനും ഈ ഇടതുപക്ഷത്തിനും CPMനും ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. Meet the editors.